നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2026 ജൂൺ 2 സംഭവിക്കുന്ന വേഴമാറ്റത്തെക്കുറിച്ചിട്ടാണ്. വേഴമാറ്റം ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രത്തിൻ കാൽ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നക്ഷത്രങ്ങൾ കമന്റ് ചെയ്യണം, കാരണം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. 2026 ജൂൺ മാസം 2 വേഴം മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടക രാശി എന്ന് പറയുന്നത് വേഴത്തിന്റെ ഉച്ചരാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വേഴമാറ്റം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിൽ ഈ മാറ്റം എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിലേക്കാണ് വേഴം വരുന്നത്. 12ാം ഭാവം എന്നത് പ്രധാനമായും ചെലവുകളെയും വിദേശയാത്രകളെയും മോക്ഷത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് 12 എന്ന് പറയുന്നത്. 12ാം ഭാവത്തിലേക്ക് വരുന്നത് ദോഷമായിട്ടും പറയപ്പെടുന്നുണ്ട്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മീയമായ ചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കും. ഈ 12ാം ഭാവത്തിലേക്ക് ഉള്ള ഈ വേഴത്തിന്റെ മാറ്റം ധ്യാനം, യോഗ, തീർത്ഥാടനം എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ 12ലെ വേഴം വിമലയോഗം പോലുള്ള ശുഭഫലങ്ങൾ നൽകിയാൽ ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ധനവിനിയോഗമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ ധനവിനിയോഗം പലപ്പോഴും 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വീട് പണിയാനോ മംഗളകർമ്മങ്ങൾക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി ആയിട്ടായിരിക്കും കൂടുതലായിട്ടും ഈ 12ാം ഭാവത്തിൽ വേടം നിൽക്കുമ്പോൾ പലപ്പോഴും ചെലവഴിക്കപ്പെടുന്നത്. ധനം കൂടുതൽ ഉപയോഗിക്കും. അതുപോലെ ജന്മനാട്ടിൽ നിൽക്കുന്നവരെക്കാൾ വിദേശത്തോ അന്യനാട്ടിലെയോ കഴിയുന്നവർക്കാണ് ഈ 12ലെ ഭാവം കൂടുതൽ പുരോഗതി ലഭിക്കുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഇത് എങ്ങനെ ഗുണകരമാക്കാമെന്ന് പറഞ്ഞാൽ, ചിങ്ങൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ വേഴം സൂര്യന്റെ മിത്രമായതിനാൽ തന്നെ 12ാം ഭാവത്തിലെ നിൽപ്പ് നിങ്ങൾക്ക് അത്ര ദോഷകരമാകില്ല. അതുമാത്രമല്ല, കർക്കിടകത്തിലേക്ക് വന്നിട്ടുള്ള വേഴം അതിന്റെ ഉച്ച സ്ഥായിലാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിങ്ങൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ, അതായത് മകം, പൂരം, ഉത്രത്തിൻ കാൽ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ താല്പര്യം കൂടുന്ന ഒരു സമയമാണ് 12ലെ വേഴം എന്ന് പറയുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നും സാമ്പത്തികമോ തൊഴിൽപരമോ ആയ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. ഉറക്കമില്ലായ്മയൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ വേഴമാറ്റം. അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ അനുകൂലമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഠിനാധ്വാനം ചെയ്താലും അർഹിച്ച അംഗീകാരം ലഭിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. അതൊക്കെയാണ് ഈ 12ാം ഭാവത്തിലേക്കുള്ള വേഴത്തിന്റെ ഒരു മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു ഫലങ്ങളെന്ന് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കാലയളവിൽ നമുക്ക് ഉണ്ടാകുന്ന ചില ദോഷവശങ്ങൾ കൂടിയാണ്. അതുപോലെ തൊഴിലും സാമ്പത്തികപരമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ജോലിയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം ഉണ്ടായേക്കാം. നമ്മൾ മിത്രങ്ങളാണ് എന്ന് കരുതുന്നവരൊക്കെ പലപ്പോഴും മിത്രങ്ങളല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. ചില തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഈ 12ലെ വേഴം നമ്മളെ സഹായിക്കും. സംസാരത്തിലൊക്കെ മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണകരമായിരിക്കും ഈ വർഷം എന്നുള്ളതാണ്. മറ്റൊന്ന്, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, ബിസിനസ് വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ 1-2 തവണ വായിച്ചു നോക്കുക. പണം മുടക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് കാര്യങ്ങളിൽ അതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതൊക്കെ കുറച്ചുകൂടി ഉത്തമമായിരിക്കും. കാരണം ഈ ഒരു അവസരം നമ്മൾ 1-2 തവണ ഉറപ്പിച്ച് പലതവണ ആലോചിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട്
ശ്രമിക്കുക. കയ്യിൽ പണമൊക്കെ വന്നു ചേരുമെങ്കിലും അത് നിലനിൽക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ചെലവുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ദീർഘനാളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഫണ്ട് ചെലവഴിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഒക്കെ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വീട് പണി, മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കൊക്കെ പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകും. നിങ്ങളുടെ നല്ലതിന് തന്നെയാണ്. കൂടുതലധികം പൈസ ചെലവാകുമ്പോൾ അതിന് ഉണ്ടാകുന്ന കുറച്ച് ടെൻഷനും സാമ്പത്തിക ബാധ്യതയൊക്കെ ചിലപ്പോൾ ഈ സമയം വന്നു ചേരാം. അതുപോലെ കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ബന്ധുക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക. അപ്പൊ നമ്മുടെ വർത്തമാനവും ഒക്കെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം. കുറച്ച് മേധാവിത്വ സ്വഭാവമൊക്കെ ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചിലപ്പോഴെങ്കിലും വീട്ടിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത് കണ്ടറിഞ്ഞ് നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് ചില കുടുംബജീവിതമാകുമ്പോൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വേഴമാറ്റം എന്ന് പറയുന്നത്. ചില മാസങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ 2026 ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ സാമ്പത്തികമായ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ജൂൺ ഓഗസ്റ്റ് എന്ന് പറയുന്നത്. യാത്രാക്ലേശം അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ നടന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് മുടക്കം വന്നു പോയിട്ടുള്ള സംരംഭങ്ങളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് 2026 സെപ്റ്റംബർ നവംബർ മാസങ്ങളെന്ന് പറയുന്നത്. അതുപോലെ പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്ന ഒരവസരം കൂടിയിട്ടാണ്. 2026 ഡിസംബർ 2027 ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവുകയും ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമാണ് ഈ 2026 ഡിസംബർ 2027 ഫെബ്രുവരി എന്നീ മാസങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ 2027 മാർച്ച് മെയ് മാസങ്ങൾ എന്നൊക്കെ പറയുന്നത് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സാധ്യത ഈ 12ലെ വേഴം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പൊതുവെ നോക്കുമ്പോൾ 12ലെ വേഴം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച്, മകംപൂരം ഉത്രം നാളുകാരെ സംബന്ധിച്ച് നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, ഈ മകം പൂരം ഉത്രം നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറുകാരെന്ന് പറയുന്നത്. അതിൽ മകം നക്ഷത്രക്കാര് കേതുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ തന്നെ 12ലെ വേഴം വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2 ശേഷമുള്ള ഈ വേഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ, മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മുമ്പ് മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം നിങ്ങൾക്കത് പുനരാരംഭിക്കുവാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മകനക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ജാഗ്രത നിങ്ങൾ കൂടുതൽ കാണിക്കേണ്ടതുണ്ട്. വാഹനം ഓട്ടിക്കുമ്പോഴൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മകനക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാർ യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, കാരണം യാത്രകൾ ഉണ്ടാവും. നിങ്ങൾക്ക് 12ലെ വേഴം യാത്രകളെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഡ്രൈവിങ്ങിലൊക്കെ ഒരു മിതത്വം പാലിക്കുക, ഒരു മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് നിങ്ങൾ മകനക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. അതുപോലെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ നക്ഷത്രമായ പൂരക്കാർക്ക് ആഡംബരങ്ങൾക്കായിട്ട് പണം ചിലവാക്കാനൊക്കെ തോന്നുന്ന വർഷം കൂടിയിട്ടാണ് ഈ 2026 ജൂൺ 2 വേഴത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പാസ്പോർട്ട്, വിസ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതിനുള്ള പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ വളരെ വേഗത്തിൽ
ഈ ഒരു 2026 ജൂൺ 2 ശേഷമുള്ള വേഴമാറ്റം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരമായിട്ട് വരികയും വിസ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കുകയും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട്. മറ്റൊന്ന്, നിങ്ങൾ പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ജാമ്യം നിൽക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ വർഷം അത് കുറച്ച് അധികം ശ്രദ്ധിച്ചു പോകണം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ വിദേശ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അത് വളരെ കറക്റ്റായിട്ട് അന്വേഷിച്ച് കൃത്യതയുള്ള ഏജൻസികളാണെന്നൊക്കെ നോക്കി വേണം പണം കൈകാര്യം ചെയ്യാനായിട്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാമ്പത്തിക ഇടപാടുകളിൽ എപ്പോഴും ഒരു കൃത്യത പാലിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ പരമാവധി ഒഴിവാക്കുക. ആവശ്യമായ ചെലവുകൾ നോക്കുക. നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ ചോദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കൂടി നിങ്ങളുടെ ഒരു അന്വേഷണവും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണം. അതെന്തെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള ദുർവ്യയം അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുകൾ അധികരിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച്, പൊതുവെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. മറ്റൊന്ന്, ഉത്രം കാൽ നക്ഷത്രക്കാരാണ്. അത് സൂര്യന്റെ നക്ഷത്രമായ ഉത്രക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 12ാം ഭാവത്തിലെ വേഴം ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങളും ഒക്കെ കയ്യിൽ കിട്ടുന്ന ഒരു സമയമാണ്. വളരെ നല്ല അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ജോലിയിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് മികച്ച അവസരത്തോടു കൂടി തന്നെ മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടി ആണ് നിങ്ങളെ ഉത്രം കാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന്, അധികാരികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം മിതത്വം പാലിക്കുക, അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ദോഷമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, പലപ്പോഴും ചില തർക്കങ്ങളിലൊക്കെ ചെന്ന് ഇടപെടാനുള്ള ഒരു താല്പര്യം ഉള്ളവരാണ് ഉത്രം കാൽ നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ മാന്യമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കൂടുതൽ ഗുണകരം. ഈ കാലയളവ് നിങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കാമെന്ന് ചോദിച്ചാൽ, ദീർഘകാല നിക്ഷേപങ്ങൾക്കൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കയ്യിൽ പണം വച്ചിരുന്നാൽ അത് പെട്ടെന്ന് അങ്ങ് ചിലവായി പോകും. അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ടൊരു ദീർഘനാളത്തേക്കൊക്കെ അത് നിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നാൽ ആ പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കും. കയ്യിലേക്ക് ഇഷ്ടംപോലെ പണം വരാനും സാധ്യതയുള്ള സമയമാണ്. ആ സമയം പണം വരുന്ന സമയം അത് നിലനിർത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം. അത് പലപ്പോഴും അമിത ചെലവ് വന്നിട്ട് പലപ്പോഴും പല വഴിക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ദീർഘനാള നിക്ഷേപങ്ങൾക്കൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ പണം നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. എങ്കിൽ മാനസിക സന്തോഷത്തിന് ആണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നതെങ്കിൽ അനാവശ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ സമാധാനം കൈവിട്ടു പോകില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ വേഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിലൊക്കെ കൂടുതൽ പണം നിക്ഷേപിക്കുന്നതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഊഹക്കച്ചവടങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം അതിൽ നിന്നും ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ടതില്ല. ലോട്ടറിയൊക്കെ വല്ലപ്പോഴാ ഒന്ന് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ സ്ഥിരമായിട്ട് വലിയ എമൗണ്ടുകളൊക്കെ മുടക്കി ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ര ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണ രീതി ശീലിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇതൊക്കെ ആരോഗ്യത്തെ കുറച്ച് മെച്ചപ്പെടുത്താനായിട്ട്, സ്വന്തം ആരോഗ്യത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. കോടതി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക. ആൾക്കാർക്ക് ജാമ്യം നിൽക്കുന്നതൊന്നും ഈ വർഷം നിങ്ങൾ ഒരു കാരണവശാലും അതിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ കേസ്, വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ ഒക്കെ പരമാവധി ശ്രമിക്കുക. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാതിരിക്കുന്നതാണ്
നിങ്ങൾക്ക് ഈ വർഷം നല്ലത്. പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് വേഴദോഷം കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനുമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതും നിങ്ങൾക്ക് ഏറെ ഗുണകരമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾക്കൊക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഒരു അധ്യയന വർഷം അടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ പാവപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പെൻസിലാണെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ആ കുട്ടിക്കും ഉപകാരപ്പെടും. നിങ്ങൾക്ക് അതൊരു നല്ല പ്രവൃത്തിയാണ്, ഒരു പുണ്യപ്രവൃത്തിയാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അത് വേഴഭഗവാന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ ഏറാനും ഒക്കെ അതിന് സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുട്ടിയുടെ വിജയത്തിൽ സന്തോഷിച്ച് അവർക്കൊരു മഞ്ഞ നിറത്തിലുള്ളൊരു മധുരപലഹാരമൊക്കെ വാങ്ങി ലഡുവൊക്കെ വാങ്ങി കൊടുക്കുന്നതും ഒക്കെ കുഞ്ഞിനും സന്തോഷം. അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കെടുത്തു, നമുക്കും ഒരു സന്തോഷമാണ്. അതിനൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളല്ല. കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവർക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത്, അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല അനുഭവങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെയ്യുന്നത്, നന്മകൾ ചെയ്യാൻ നമുക്ക് ഒരു നിമിഷമെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഈ വേഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓർക്കുക, ജ്യോതിഷം എന്നത് ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്. നിങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടാനുള്ള യോഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് ഏതൊരു വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഒരു നിർദ്ദേശമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഗുണങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ചില ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട്, അപ്പോൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കരുത് എന്നൊക്കെ നമ്മൾക്കൊന്ന് ഒരു ബോധ്യമുണ്ടായിരുന്നാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാനും അത് വളരെ അടുക്കും ചിട്ടയും കൊണ്ടുവരാനുമായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ജ്യോതിഷ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായ ഫലങ്ങളാണ്. ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിൻ കാൽ നക്ഷത്രമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കിട്ടുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകത്തിലെ ദശാസന്ധികൾ അത് ശുഭകരമായിട്ട് ഉള്ള നക്ഷത്രങ്ങളായിരിക്കില്ല നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ ഫലങ്ങൾ അത്ര കണ്ട് ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ ജാതകം വിദഗ്ധരെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി അതിന് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം കർക്കിടകത്തിലേക്കുള്ള വേഴത്തിന്റെ ഈ മാറ്റം, ഉച്ചസ്ഥായിലുള്ള ഈ മാറ്റം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 12ാം ഭാവത്തിലേക്കുള്ള ദോഷഫലങ്ങളൊന്നും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അധികം ബാധിക്കാത്ത ഒരു ചാരഫലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ജാതകം കൂടി പരിശോധന നടത്തി അതിലെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ പരിഹാരങ്ങൾ ചെയ്തും പ്രാർത്ഥനയോടുകൂടിയും നല്ല പ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വേഴമാറ്റം 2026 ജൂൺ 2 വേഴമാറ്റം ഏറ്റവും ഗുണകരമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.